പ്രൈവറ്റ് ആണോ ഗവൺമെന്റ് ആണോ? സ്കൂൾ കഴിഞ്ഞ ഒരാൾ കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. ഈ ചോദ്യം ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കോളേജുകൾ പൊതുവെ ഫീസ് കുറവും ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൂടുതലുമാണെന്നുള്ള ഒരു പൊതുധാരണ നമുക്കിടയിലുണ്ട്. അത് ഒരു പരിധിവരെ സത്യമാണ്. പക്ഷേ ഇന്ത്യയിൽ ആദ്യത്തെ, അതായത് ടോപ്പ് 5 IITസിനോടൊക്കെ കിടപിടിക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രൈവറ്റ് കോളേജ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയോ? ചില പറയുമായിരിക്കും എന്തായാലും ആ കോളേജിനെ കുറിച്ചും ആ കോളേജിലേക്ക് എങ്ങനെ അഡ്മിഷൻ നേടാം, അതിന്റെ പ്രത്യേകതകൾ എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ കോളേജിന്റെ പേരാണ് ബിറ്റ്സ് പിലാനി എന്ന് പറയും. കാരണം വേറെ ഒന്നുമല്ല, ആദ്യമായിട്ട് രാജസ്ഥാനിൽ പിലാനി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് തുടങ്ങുന്നത്. ഇപ്പോൾ ഗോവയിലും ഹൈദരാബാദും ദുബായിലും ഒക്കെ ഇതിന് ക്യാമ്പസസ് ഉണ്ട്. ഓക്കെ, ഇതിനെ വ്യത്യസ്തമാക്കുന്ന എന്താണെന്ന് വെച്ചാൽ പൊതുവെ പ്രൈവറ്റ് കോളേജിന് വില കുറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ കാശ് കൊടുത്ത് ആർക്കും കയറാനുള്ളതാണ്. ഇവിടെ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. തുടക്കം മുതൽ ഇത് പഴയൊരു സ്ഥാപനമാണ്. അത് മുതൽ അലുമിനി നെറ്റ്വർക്ക് എടുത്ത് നോക്കിയാലും അതിന്റെ ഒരു അക്കാദമിക് റിഗർ ഒക്കെ എടുത്ത് നോക്കിയാലും IITസിനോട് കിടപിടിക്കത്തക്ക രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് അവർ കാഴ്ചവെക്കുന്നത്. പിന്നെ ഇവിടെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കോഴ്സുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണെന്ന് വെക്കുകയാണെങ്കിൽ സാധാരണ ഈ എഞ്ചിനീയറിംഗ് 4 വർഷത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ 5 വർഷത്തെ ഒരു സയൻസ് ഡിഗ്രിയും അതോടൊപ്പം ഒരു എഞ്ചിനീയറിംഗ് വരുന്ന തരത്തിലുള്ള ഒരു ഡിഗ്രിയും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് 2 വർഷം ഇന്ത്യയിൽ, അതായത് 2 വർഷം ബിറ്റ്സ് പിലാനി ക്യാമ്പസിൽ നിന്ന്, പിന്നെ 2 വർഷം പുറത്ത്, അതായത് ഓസ്ട്രേലിയ, US, ഫ്രാൻസ് പോലുള്ള സ്ഥലങ്ങൾ. അതും അവിടെ തന്നെ നല്ല യൂണിവേഴ്സിറ്റി. ഓസ്ട്രേലിയ ആണെങ്കിൽ മെൽബണിലത്തെ RMIT യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ, അല്ലാന്നുണ്ടെങ്കിൽ US യൂണിവേഴ്സിറ്റി ഓഫ് ബഫല്ലോ പോലുള്ള യൂണിവേഴ്സിറ്റി, അങ്ങനെ കുറേ യൂണിവേഴ്സിറ്റി ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത് പകുതി സമയം ഇവിടെ പഠിക്കുക, പകുതി സമയം അവിടെ പോയി പഠിക്കുക, അത്തരത്തിലുള്ള ഡിഗ്രിയും ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ വേറൊരു ഇമ്പോർട്ടൻസ് സംഭവം എന്ന് പറഞ്ഞാൽ ഇഫ് യു ആർ സമ്മൺ ഹു വാണ്ട്സ് ടു ബിൽഡ് സംതിങ് ഓൺ യുവർ ഓൺ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ടപ്പ് ഐഡിയ ഒക്കെ കോളേജിൽ പോയിട്ട് വർക്ക്ഔട്ട് ചെയ്യണം എന്ന് ഇരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാമ്പസ് ആയിട്ട് അറിയപ്പെടുന്ന ഒരു കോളേജാണ് ഇപ്പോൾ ബിറ്റ്സ് പിലാനി എന്ന് പറയുന്നത്. അവരുടെ ഇപ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ അവരുടെ ഒരു കൾച്ചർ എടുത്ത് നോക്കിയാലും അല്ലാന്നുണ്ടെങ്കിൽ ഒരു സീറോ അറ്റൻഡൻസ് പോളിസി പോലുള്ള പോളിസീസ് ഒക്കെ എടുത്ത് നോക്കിയാലും അവർ ഭയങ്കര സപ്പോർട്ടീവാണ് ഈ കാര്യങ്ങൾക്കൊക്കെ. ഓക്കെ, പിന്നെ അവർക്ക് കുറേ പരിപാടിയുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാർട്ടപ്പ് എന്താ പറയുക എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ 2 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഡിഗ്രി കംപ്ലീറ്റ് ആക്കാം. അങ്ങനത്തെ കുറേ പരിപാടിയുണ്ട്. ഇനി അതൊക്കെ പോട്ടെ, നമുക്ക് എങ്ങനെ ഈ കോളേജിലേക്ക് അഡ്മിഷൻ നേടാമെന്ന് നോക്കാം. 2-3 ചാനലുണ്ട്. ഒന്നെങ്കിൽ ബോട്ട് ടോപ്പർ ആയാലും നിങ്ങൾക്ക് ഡയറക്റ്റ് എൻട്രി എന്ന് പറഞ്ഞ ഒത്തിരി പരിപാടി ഉണ്ട്. പക്ഷേ ഒരാൾക്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് സാധാരണക്കാരെ എങ്ങനെയാണ് കയറുന്നത് നോക്കാം. ബിറ്റ്സാറ്റ് എന്ന് പറഞ്ഞ ഒരു എക്സാം ഉണ്ട്. ഓക്കെ, ആൻഡ് ഈ എക്സാമിന് JEE നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇതിന് ഇപ്പോൾ എന്താ പറയുക മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയോടൊപ്പം ഇംഗ്ലീഷും ലോജിക്കൽ റീസണിംഗ് എന്ന് പറഞ്ഞൊരു പാട്ടുമുണ്ട്. മൊത്തം മിക്കവാറും 130 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. മാത്സിന് കൂടുതൽ വെയിറ്റേജ് ഉണ്ട്. ഓക്കെ, പിന്നെ ഇത് JEE മെയിനെ പോലെ തന്നെ 2 സമയത്തായിട്ട് നടക്കും. എപ്പോഴാണെന്ന് നോക്കുകയാണെങ്കിൽ April 15 മുതൽ 17 വരെയാണ് ആദ്യത്തെ സെഷൻ. രണ്ടാമത്തെ സെഷൻ വരുന്നത് April 24 മുതൽ 26 വരെ. ഇതിന് അപ്ലൈ ചെയ്യേണ്ട സമയം കഴിഞ്ഞ് December 15 മുതൽ തുടങ്ങി March 16 വരെയാണ് ഉള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരെണ്ണമായിട്ട് എഴുതാം, അല്ലെങ്കിൽ 2 ഒരുമിച്ച് ആദ്യം തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ കുറച്ച് ഫീസിന്റെ അളവ് വരും. ഇതിന് നിങ്ങൾ ഒരെണ്ണമാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആൺകുട്ടികൾക്ക് 3600 രൂപയും പെൺകുട്ടികൾക്ക് 3200 രൂപയാണ് വരുന്നത്. ആൻഡ് എന്താ പറയുക 2 ഒരുമിച്ച് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഫീസ് കുറവുണ്ടെന്ന് നേരത്തെ പറഞ്ഞ മാതിരി 5600 രൂപ ആൺകുട്ടികൾക്കും 4600 രൂപ പെൺകുട്ടികൾക്കാണ് വരുന്നത്. ആൻഡ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ പൊതുവെ സെമിസ്റ്റർ ഫീസും കുറച്ച് കൂടുതലാണ്. ബട്ട് ഈ വർഷം മുതലൊക്കെ കുറേ സ്കോളർഷിപ്സ് ഒക്കെ വരുന്നുണ്ട്, എസ്പെഷ്യലി ഫോർ ഗേൾസ്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്. ഞാൻ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് സംഭവങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്.